ആരോഗ്യ സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കലെത്തും. SR ഹെൽത്ത് കെയർ പുലാക്കോട്. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം, കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ SR ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു. AG പ്രേംകുമാർ, KC വർഗീസ്, ഹേമന്ത് കുമാർ, M വേണുഗോപാൽ, T അനുശ്രീ, K കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ. കൂടാതെ ഫിസിയോതെറാപ്പിയും ENT ഡോക്ടറുടെ സേവനവും ലഭ്യമാണ്. എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും SR ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും. നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം. SR ഹെൽത്ത് കെയർ പുലാക്കോട്, ചേലക്കര. ഫോൺ 7306722808. കർഷക ദിനത്തിൽ കുമരനെല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ആദര ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് കർഷകരെ കേൾക്കാൻ തയ്യാറാകാതെ അവരെ ആക്ഷേപിച്ചുവെന്ന പരാതി. കൂറ്റനാട് പ്രസ് ക്ലബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് കപൂർ പഞ്ചായത്ത് പാടശേഖര കോർഡിനേഷൻ കമ്മിറ്റി ആരോപണം ഉന്നയിച്ചത്. നെല്ല് സപ്ലൈകോക്ക് കൊടുത്തിട്ടുണ്ട്. 372 കർഷകർക്കും പൈസ കിട്ടിയിട്ടുണ്ട്. 8 കർഷകരാണ് ബാക്കിയെന്നാണ്. ആ കണക്കിലൊരു തിരുത്ത് ഞങ്ങൾ വരുത്താണ്. ഇപ്പോൾ നമ്മുടെ സിവിൽ സപ്ലൈസിന്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ ജില്ല പാലക്കാട് കൃഷിഭവൻ കപ്പൂർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ 331 PRS സിവിൽ സപ്ലൈസ് കപ്പൂർ കൃഷിഭവന്റെ കീഴിൽ വിതരണം നടത്തിയിട്ടുണ്ട്. 331 PRS. ഞാനത് വ്യക്തമാക്കി പറയാൻ കാരണം അതിൽ 330 കർഷകരില്ല. ഒരു കർഷകർക്ക് 2 PRS ഉണ്ട്. നമ്മുടെ ഇവിടെ നിലവിൽ നിൽക്കുന്ന സാഹചര്യം എന്താ വെച്ചാൽ സ്വന്തം കൃഷി ചെയ്യുന്നത്, അതായത് സ്വന്തം ഭൂമിയുള്ള കർഷകൻ കൃഷി ചെയ്യുകയാണെങ്കിൽ ആ ഭൂമിക്ക് സെപ്പറേറ്റ് PRS എടുക്കണം, രജിസ്ട്രേഷൻ എടുക്കണം. ആ കർഷകൻ തന്നെ പാട്ടത്തിന് ഭൂമി കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് വേറെ PRS എടുക്കണം. അപ്പോൾ ഒരു കർഷകന് 2 PRS ഉള്ള കർഷകരുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 331 കർഷകർ വരില്ല. 300-ൽ ചുവടെ കർഷകരാണ് നമ്മുടെ കപ്പൂര് കൃഷിഭവന്റെ കീഴിൽ നെൽകൃഷി ചെയ്യുന്നത്. അതിൽ ഞങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഏകദേശം 15ഓളം കർഷകർക്ക് ഇപ്പോഴും നെല്ലിന്റെ വില കിട്ടാനുണ്ട്. 15ഓളം കർഷകർക്ക് ഇപ്പോഴും നെല്ലിന്റെ വില കിട്ടാനുണ്ട്. ഈ മന്ത്രി പറഞ്ഞ 8 എണ്ണം സാങ്കേതികത്വമാണെങ്കിൽ ഞങ്ങൾ സമ്മതിച്ചു. സാങ്കേതികത്വത്തിന്റെ പേരിൽ അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത്. എന്താണ് സാങ്കേതികത്വം എന്നുള്ളത് അവർ പഠിക്കണ്ടേ? എന്ത് സാങ്കേതികത്വം? ഞങ്ങൾ പഠിച്ചത് പാടശേഖര കോർഡിനേഷൻ കമ്മിറ്റി പഠിച്ചതിൽ ആകെ ഒരേ ഒരു കർഷകന് മാത്രമേ സാങ്കേതികത്വമുള്ളൂ. അദ്ദേഹം നെല്ല് രജിസ്റ്റർ ചെയ്യുമ്പോൾ മറ്റേ രജിസ്ട്രേഷൻ ഫോമിൽ കൊടുത്ത അക്കൗണ്ട് നമ്പർ NRI അക്കൗണ്ട് ആയിരുന്നു. അതിലേക്ക് പൈസ വരില്ല. അത് തിരുത്താൻ ഇപ്പോഴും ആ കർഷകൻ തയ്യാറായിട്ടില്ല, ഇപ്പോഴും തിരുത്തിയിട്ടില്ല. ആ ഒരു കർഷകന് മാത്രമാണ് സാങ്കേതികത്വം. ബാക്കിയുള്ള കർഷകർക്ക് എന്താണ് സാങ്കേതികത്വം എന്നിവർ പറയണ്ടേ? വേദിയിലിരിക്കുന്ന ജനങ്ങളെ പൊട്ടന്മാരാക്കല്ലേ ഇവർ ചെയ്യണത്? അപ്പോ ഞങ്ങൾ പഠിച്ചതിൽ കുറച്ച് ചാക്കിന്റെ വിഷയങ്ങളുണ്ട്. അതൊക്കെ ഞങ്ങളുടെ ഈ മുദ്രാവാക്യത്തിൽ ഉണ്ടായിരുന്നു. അതൊക്കെ നെല്ല് കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. അത് ഓരോന്നോരോന്നായിട്ട് പറയാം. ചാക്കിന്റെ ഒരു വിഷയം മാത്രമാണ്. ചാക്കിൽ നെല്ല് നിറക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാന സർക്കാർ നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, 45 കിലോ നെല്ല് ഒരു ചാക്കിൽ നിറക്കണം. ഈ നിറക്കാനുള്ള ചാക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നുണ്ട് കർഷകർക്ക്. എങ്ങനെയാണെന്നറിയോ? ഈ ഒരു ചാക്കിന് 20 രൂപ നിരക്ക് നേരെ മില്ലേർക്കാ കൊടുക്കുന്നത് സർക്കാരെ. ചാക്കിന് 20 രൂപക്ക് 20 രൂപ മില്ലുകാരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക. മില്ലുകാർ ഈ കാര്യം കർഷകരോട് പറയില്ല, ഏത് ചാക്കുണ്ടോന്നും പറയില്ല. അപ്പൊ കർഷകർ എന്ത് ചെയ്യും? പരമാവധി ഒരു ചാക്കിന് ഞങ്ങൾക്ക് 15 രൂപ 20 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. ഡിമാൻഡ് വരുമ്പോൾ 25 രൂപക്കും ഞങ്ങൾക്ക് ചാക്ക് മേടിക്കേണ്ട സാഹചര്യം വരുന്നുണ്ട്. അല്ലാത്ത സമയത്ത് 10 രൂപക്കും കിട്ടും, 15 രൂപക്കും കിട്ടും, ഒക്കെ കിട്ടും. അപ്പൊ ചാക്കിന് പൈസ ചെലവാക്കേണ്ട മണിക്ക് എന്ത് ചെയ്യും? ഒരു ചാക്കിൽ 80 കിലോന് 75 കിലോനൊക്കെ നടക്കും. ഈ നടക്കുന്ന സമയത്ത് ഈ മില്ലുകാർ ഇത് എടുക്കാഞ്ഞാൽ മതി. മില്ലുകാർ ഇതെടുത്തു കൊണ്ടുപോണ്ട്, അവർക്ക് നെല്ലാണ് ആവശ്യം, അവരെടുത്ത് കൊണ്ടുപോണ്ട്. അവരെടുത്ത് കൊണ്ടുപോയിട്ട് അവർ PRS അടിച്ചു കൊടുക്കും. ഈ PRS എന്ത് ചെയ്യും? PMO ഓഫീസിൽ, അതായത് പാഡി മാർക്കറ്റിംഗ് ഓഫീസറുടെ ഓഫീസിൽ അവരത് മാറ്റിവെക്കും. ഇങ്ങനെ സംശയം തോന്നുമ്പോൾ. എന്നാൽ കർഷകരോട് വിളിച്ചു പറയണ്ടേ, എന്ത് നിങ്ങളെ PRSൽ ഇങ്ങനെ പ്രശ്നമുണ്ട്. ഈ ഞങ്ങൾ പാൽ കൊടുക്കുന്ന മേഖല മലബാർ മേഖലയാണ്. ഈ മലബാർ മേഖലയിലെ കർഷകരുടെ യൂണിയന്റെ ചെയർമാനാണ് M മണി എന്ന് പറഞ്ഞ ആൾ.
അദ്ദേഹം ആണ് പാൽ വില വർദ്ധിപ്പിക്കില്ല എന്ന് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്ഷീര കർഷകർ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. മറ്റൊന്ന്, പശുക്കളുടെ നിരന്തരമുള്ള മരണം ഈ മേഖലയിലുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പശുക്കൾ അവിടെ കൊടുന്നാൽ അത് ലക്ഷക്കണക്കിന് രൂപക്കാണ് പല കർഷകരും പശുക്കളെ കൊണ്ടുവരുന്നത്. ആ പശുക്കൾ വളരെയധികം ചത്തുപോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ അവർക്ക് പലർക്കും ഇൻഷുറൻസ് പൈസ ഉണ്ടാവില്ല. ഇൻഷുറൻസ് എന്ന് വെച്ചാൽ തത്സമയം ഇൻഷുറൻസ് പൈസ കെട്ടാൻ കഴിയാത്ത കർഷകർക്ക് സംഭവിക്കുന്നത് ലക്ഷക്കണക്കിന് ഉൾപ്പെടെ നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഈ ഇൻഷുറൻസ് വിഹിതത്തിലേക്ക് ഒരു ഫണ്ട് വെക്കുക. അതുപോലെ ത്രിദിന പഞ്ചായത്തുകളും ഇൻഷുറൻസ് വിഹിതത്തിലേക്ക് ഫണ്ട് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഞങ്ങൾ പാലളക്കുന്ന പാൽ സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ട്. അവരും അതുപോലെ തന്നെ മിൽമക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റിൽ നിന്നും 1% ഇത് പങ്കിടുകയാണെങ്കിൽ, അതുപോലെ തന്നെ ക്ഷീര മേഖലയുടെ സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷീരവികസന വകുപ്പുണ്ട്, അതുപോലെ മൃഗസംരക്ഷണ വകുപ്പ്, ഇതെല്ലാം എന്താണ് ഈ മേഖലയ്ക്ക് കർഷകന് കൈത്താങ്ങിക്കൊണ്ട് 1% വീതം അവർ ഫണ്ട് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കർഷകർക്ക് 1% മാത്രമാക്കിക്കൊണ്ട് ആ ഇൻഷുറൻസിൻ്റെ പ്രീമിയം ഞങ്ങളെ 1% മാത്രം ഉൾപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് വളരെ നന്നായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നയരൂപീകരണം ഉണ്ടാവണം. ഈ നയരൂപീകരണം വന്നു കഴിഞ്ഞാൽ ഈ മേഖലയിലെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ, ക്ഷീര കർഷകർ എന്ന നിലയ്ക്കുള്ള പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും. സമരം നടത്തുന്നത് കർഷകരായിരുന്നു, മുഴുവൻ കർഷകരായിരുന്നു. പക്ഷേ അത് നമ്മൾ ഈ കപ്പൂരിലെ കർഷകർക്ക് മാത്രം വേണ്ടിയായിരുന്നില്ല ആ സമരം സംഘടിപ്പിച്ചിരുന്നത്. വേൾഡിലെ ഈ കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും ഈ കാരണങ്ങൾ കാണിച്ചുകൊണ്ട് അവർക്ക് കിട്ടാക്കടങ്ങളും അതേപോലെ തന്നെ ബാക്കിയുള്ള ഇത് നമ്മളിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, അതായിരുന്നു. അത് മാത്രമാണ്. അപ്പം മന്ത്രിക്ക് ഇപ്പം അതിനൊരു മറുപടി പറയാൻ ഇത്രയും കർഷകരോടുള്ള ഒരു ധാർഷ്ട്യമായുള്ള ഒരു മറുപടി പറഞ്ഞു എന്നുള്ളതാണ്. അത് പോരാതെ തന്നെ അവർക്ക് നമ്മുടെ തൃത്താല മണ്ഡലത്തിലെ മൊത്തം കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു സമര പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കർഷകൻ്റെ 12 ലക്ഷം രൂപയുടെ നെൽ കയറ്റി വിട്ട തൃത്താലയിലെ ഒരു കർഷകൻ ഇവിടെ നമ്മുടെ ഒപ്പം പ്രസ് ക്ലബിനോടൊപ്പം ചേർന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പൈസ കൂടി 2 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ളത് PRS കടം ബാക്കി. അതും PRS എങ്ങനെ കൊടുക്കുന്നത്? നമ്മുടെ നെല്ല് സംഭരിക്കുക, അത് മില്ലുകാർക്ക് കൊടുക്കുക, മില്ലുകാർ അത് സപ്ലൈകോ സംഭരിച്ച് മില്ലുകാർക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മളോട് പറയുക ബാങ്കിൽ പോയി ലോൺ എടുത്തോളാൻ. നമ്മൾ എല്ലാ പ്രൂഫുകളും എല്ലാ ഐഡന്റിഫിക്കേഷൻ കംപ്ലീറ്റ് കാര്യങ്ങൾ അവിടെ പ്രൂഫ് കൊടുത്തതിന് ശേഷമാണ് ബാങ്ക് ലോൺ തരുന്നത്. അത് പറയാൻ കാരണം നമ്മുടെ സുഹൃത്ത് ഒരു അഗ്രികൾച്ചർ ലോണുമായി ബന്ധപ്പെട്ട് SBI ബാങ്കിൽ ചെന്നപ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോർ ശരിയല്ല, നിങ്ങൾക്ക് ഇവിടെ പൈസ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് പറഞ്ഞു. ആ ലോൺ ചെന്ന് ചോദിച്ചു നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ പറഞ്ഞാൽ ഞാൻ ലോൺ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. കംപ്ലീറ്റ് പരിശോധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നെല്ലിൻ്റെ ലോണായിട്ടാണ് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനി പറയും. അപ്പോൾ അവരോട് ബാങ്കുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കംപ്ലീറ്റ് ആളുകൾക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതിൻ്റെ പൈസ ഒന്നും, നിങ്ങൾക്കൊക്കെ നോട്ടീസ് അയക്കാൻ തയ്യാറാണ്. അപ്പോൾ നമ്മളെ കാശ്, നമ്മൾ അധ്വാനിച്ച നെല്ല് കൊണ്ടു കൊടുക്കുക, സപ്ലൈ ഗവൺമെൻറ് സംഭരിക്കുക, നമ്മളെ കൊണ്ട് ലോൺ എടുപ്പിക്കുക, എന്നിട്ട് നമ്മളെ കൊണ്ട് അതിൻ്റെ പാപഭാരം പേറിക്കാനുള്ള ആ സംവിധാനമാണ് ഇപ്പോൾ ഗവൺമെൻറ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ മന്ത്രി രാജേഷിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹം ഗൗരവ ചെയ്യാനോ ബാക്കിയുള്ള ഒന്നല്ല നമ്മൾ തീരുമാനിച്ചു. നമ്മളത് സമരം അല്ല, നമ്മുടെ ഒരു മൗന സമരമായി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളുടെ ഒരു സമരം പ്രഖ്യാപനമായി കൊണ്ട് അവിടെ ചെന്ന് പ്ലക്കാർഡ് പിടിച്ച് മുദ്രാവാക്യം പോലും വിളിക്കാതെ പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് മൗനമായി സൈലന്റ് ആയിട്ടുള്ള ഒരു സമരമായിരുന്നു നമ്മൾ പ്രഖ്യാപിച്ചത്. അതിനെതിരെ മന്ത്രി ഈ പ്രസ്താവന ഇറക്കിയത് ഞങ്ങൾക്ക് ഒട്ടും ശരിയായില്ല. ഞങ്ങളത് അതിനുവേണ്ടി കൃത്യമായി ഇനി മണ്ഡലം മുഴുവൻ കർഷകരെയും സംഘടിപ്പിച്ചുകൊണ്ട് പ്രക്ഷോഭത്തിലേക്ക് പോകാനുള്ള തീരുമാനമാണ്. ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര. എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ ഡോക്ടർ KP സയ്യിദ് മുഹമ്മദ് സലീം, ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും. കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ, കഷായ മരുന്നുകൾ, പെട്ടിമരുന്നുകൾ, യുനാനി പാറ്റന്റ് മരുന്നുകൾ, പ്രസവരക്ഷാ മരുന്നുകൾ, ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ്. ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ്, മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ്, താളി റോഡ്, ആറങ്ങോട്ടുകര. ഫോൺ 9846782898.